സംവിധായകൻ മേജർ രവി എറണാകുളത്തെ NDA സ്ഥാനാർത്ഥിയായേക്കും. മത്സരിക്കാൻ സംസ്ഥാന നേതൃത്വത്തെ മേജർ രവി സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഈ BJP എറണാകുളം സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ചോദ്യത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് പാർട്ടി പറഞ്ഞാൽ നോ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ യെസ്, അതുകൊണ്ട് ഞാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര നേതൃത്വത്തെയാണോ അറിയിച്ചിരിക്കുന്നത്? ഞാൻ ഡയറക്റ്റ് കേന്ദ്ര നേതൃത്വത്തിനെ അറിയിക്കാൻ പാടില്ലല്ലോ. ഓക്കെ. സ്റ്റേറ്റ് പ്രസിഡന്റ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പം ഏതായാലും സംസ്ഥാന നേതൃത്വത്തെ സമ്മതം അറിയിച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തയ്യാറാണെന്ന്. സമ്മതം അറിയിക്കാന്ന് അവർ ഇത്രേ പറയുള്ളൂ, നോ എന്ന് പറയരുത്. നമ്മുടെ പാർട്ടി തീരുമാനിക്കുന്നതല്ലേ, പിന്നെ അതിൽ കൂടുതൽ അപ്പുറത്തൊന്നുമില്ല. എറണാകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി BJP പ്രഖ്യാപിക്കാനുള്ളത്. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. ആ സമയത്താണ് സംവിധായകൻ മേജർ രവി ഇപ്പോൾ എറണാകുളത്ത് NDA സ്ഥാനാർത്ഥിയാകാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു എന്നാണ് മേജർ രവി തന്നെ പറയുന്നത്. നേരത്തെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്ന സമയത്ത് പത്മജയുടെ പേരുൾപ്പെടെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ സന്നദ്ധത അറിയിച്ചു എന്നാണ് മേജർ രവി പറയുന്നത്. ലേബി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ. ലേബി, മേജർ രവിയുമായി സംസാരിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം സന്നദ്ധത അറിയിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? മേജർ രവി തന്നെ ആയിരിക്കുമോ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി എത്തുക? വിനിത, മേജർ രവി തന്നെയായിരിക്കും എറണാകുളത്തെ BJP സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മേജർ രവിയുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് സമ്മതം ആരാഞ്ഞു. അപ്പോൾ സമ്മതമാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സമ്മതക്കുറവൊന്നുമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മേജർ രവി പ്രതികരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന നേതൃത്വം തന്നെ സമ്മതം ആരായുകയും സമ്മതം മറുപടി പറയുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് മറ്റെതിർപ്പൊന്നും ഇല്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ മേജർ രവിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് മാറ്റം ഉണ്ടാകാൻ വഴിയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനമാണ് മത്സരിച്ചത്. 1,37,000 വോട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അൽഫോൺസ് കണ്ണന്താനം നേടിയ ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാണ് എറണാകുളം. അതിനു മുൻപ് AN രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴും അത്രത്തോളം വോട്ട് വന്നില്ലെങ്കിലും വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. ഈ ഒരു മെട്രോ സിറ്റി എന്നുള്ള നിലയിൽ BJP പ്രാധാന്യത്തോടെ കാണുന്ന മണ്ഡലമാണ്. C ക്ലാസ് മണ്ഡലമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവിടെ കോർപ്പറേഷനിൽ തന്നെ 5 കൗൺസിലർമാരുണ്ട്. മറ്റ് സമീപത്തുള്ള പഞ്ചായത്തുകളെല്ലാം പല ഭാഗത്തായി 50ഓളം പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ തന്നെ 11 അംഗങ്ങളുണ്ട്. ഇത്തരത്തിൽ BJP ഒരു സ്വാധീനം ചെലുത്തുന്ന മണ്ഡലമാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ BJP സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനെ ചൊല്ലി ഏറെ ദിവസങ്ങളായി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മേജർ രവി തന്നെ ആയിരിക്കും എന്നുള്ള സൂചന BJP ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. മേജർ രവിയുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് സമ്മതം ചോദിച്ചിരിക്കുന്നു, അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നു. വിനിത.